ഹലോ, ഈ കൊണ്ടുവരുന്നത് എന്താന്ന് കണ്ടോ? ഫ്രൈഡ് റൈസ് ആണ് ഗൈസ്, ഫ്രൈഡ് റൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവറ്റങ്ങൾക്ക് ഏന്നേരം ഇത് തന്നെയാണല്ലോ പണിയെന്ന്. അപ്പൊ കുറച്ച് നാളായില്ലേ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചോണ്ടാട്ടോ. അപ്പൊ ഒരു ബിരിയാണിയും ഉണ്ട്, ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടൊന്നും പകുതിച്ച് കഴിച്ചു നോക്കണം. ബിരിയാണി നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറുള്ള റൈസാണ്. പക്ഷേ ചിക്കൻ പീസ് ചെറുതാണ്. ചിക്കന് വില കുറഞ്ഞു എന്ന് വെച്ചിട്ട് പീസ് വലുതാക്കുന്നൊന്നും ഇല്ല കേട്ടോ. ചിക്കന് വില കൂടി കഴിഞ്ഞാൽ പീസ് ചെറുതാക്കാനും അറിയാം, വില കൂട്ടാനും അറിയാം ഇവർക്ക്. പിന്നെ ഇതാട്ടോ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിന് ക്യാരറ്റിന്റെ ഒരു അതിപ്രസരം ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ക്യാരറ്റ് ഇങ്ങനെ വാരി വാരി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ആവശ്യപ്രകാരം മേടിച്ചോടുന്ന ഫ്രൈഡ് റൈസ് അല്ലേ, തിന്നല്ലേ പറ്റൂ. അപ്പൊ ഞാൻ പകുതിച്ച് തിന്നൂട്ടെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കുഴപ്പമില്ല എന്ന് പറയട്ടെ. പിന്നെ ഇത് രണ്ടും കഴിച്ചപ്പോൾ എനിക്ക് ഉറക്കം വന്നു. അപ്പൊ ഞാൻ ഉണ്ണി കിടക്കുന്ന സ്ഥലത്ത് ഞാൻ കിടന്നുറങ്ങിട്ടോ. പിന്നെ വൈകിട്ട് വരുന്ന സമയത്ത് ഒരു കടയിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിട്ട് ഒരു കുട്ടിച്ചാക്കൻ എടുക്കാനുണ്ട് കേട്ടോ. അത് അമ്മ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പൊ ഞാൻ വരുന്ന വഴി എടുത്താണ് കേട്ടോ. ഈ കുട്ടിച്ചാക്കില് പഴുത്ത മാങ്ങയാണ് കേട്ടോ. അമ്മയ്ക്ക് എല്ലാം കൂടിയിട്ട് ഏറ്റി കൊണ്ടുവരാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അമ്മ കൈ പിടിച്ചു, ബാക്കിയുള്ളത് ആ കടയിൽ വെച്ചു കേട്ടോ. അത് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പൊ ചോറ് തരിക കേട്ടോ. ഉണ്ണിക്ക് ചോറ് കഴിക്കാൻ മടിയായി, കാരണം എനിക്ക് വാരി തരുമ്പോൾ ഉണ്ണി കഴിക്കില്ലോ എന്ന് ചോദിച്ചു. പക്ഷെ എന്റെ അല്ലേ മുതലേ ആൾ അതിനേക്കാൾ വലിയ ആളാണ് കേട്ടോ. ആൾ എനിക്ക് തന്നെ വാരി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിക്കും. ഒരു 4 വറ്റ അകത്ത് എത്തിയാലായി. അത്രേ ഉള്ളൂ. ചോറ് ഒഴികെ ബാക്കി എല്ലാം തിന്നാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ചോറും കറികളും തിന്നാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ മാങ്ങയൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടില്ലേ, അതൊക്കെ നന്നായിട്ട് പോകും അവിടേക്ക്. ഇതാണ് അമ്മ കൊണ്ടുവന്ന മാങ്ങ കേട്ടോ, പഴുത്ത മാങ്ങ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്.